അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹുവിനിക്ക് ഒരു ഇസ്മുണ്ട്. ആ ഇസ്മ 15 തവണ നാം ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങും. അത്രയും പവറുള്ള ആ ദിക്ർ, ആ ഇസ്മ, അത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും. ഏതാണ് ആ ഇസ്മ? അതുപോലെ തന്നെ നമ്മുടെ വലത് കൈയിനെ നെഞ്ഞിന് മുകളിൽ വെച്ചുകൊണ്ട് 5 തവണ ചൊല്ലിയിട്ട് നാം വീട്ടിൽ നിന്ന് എന്ത് ആവശ്യത്തിലേക്ക് ഇറങ്ങിയാലും ആ ആവശ്യം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ഇസ്മുണ്ട്. ഈ 2 ഇസ്മുകളെയുമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. ഒരു മാഷാ അള്ളാഹ്, അൽഹംദുലില്ലാ, അതുപോലെ തന്നെ നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും തീർത്തു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അള്ളാഹുവിൻ്റെ അർശ്, അതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ വിശാലമായി പറയേണ്ട ഒരു കാര്യമാണ്. ആ അർശിന്റെ വിശാലത, വലുപ്പമെന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയും ഇന്ന് നാം കാണുന്ന ആകാശവുമൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് അർശിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരു കടൽ തീരത്ത് ചെന്നുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളതായിരിക്കുന്ന മോതിരം നാം അഴിച്ച് അവിടെ വെച്ചാൽ എത്ര വലുപ്പമുണ്ടാകും? അതുപോലെയായിരിക്കുമെന്ന് മഹാന്മാർ അതിൻ്റെ വലുപ്പത്തിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. അത്രയും വലുപ്പമുള്ള വലിയ അള്ളാഹുവിൻ്റെ അർശ്, അള്ളാഹുവിൻ്റെ സിംഹാസനം, ആ അർശിനെ കുലുക്കാൻ പാകത്തിന്, ആ അർശിനെ കുലുങ്ങുന്ന ഒരു ദിക്ർ, ആ അർശ് കുലുങ്ങുന്ന ഒരു ഇസ്മ, മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിൽ എഴുതി വെച്ചിട്ടുള്ള ഇസ്മ, മലക്കുകൾ എപ്പോഴും ചൊല്ലാറുള്ളതായിരിക്കുന്ന ഇസ്മ, ആ ഇസ്മാണ് യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഈ ഇസ്മിനെ നാം 15 തവണ ചൊല്ലിയിട്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും, ഹൈറായ എന്ത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം നാം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അങ്ങ് ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങും. അർശ് കുലുങ്ങുന്ന സമയത്ത് അള്ളാഹു തആല അതിലേക്ക് ശ്രദ്ധിക്കുകയും മലക്കുകളോട് അള്ളാഹു തആല അർശ് കുലുങ്ങാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറയുകയും മലക്കുകൾ അത് അന്വേഷിക്കുമ്പോൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് പറയും, അള്ളാഹുവേ, ഇന്ന വ്യക്തി നിന്റെ ഈ ഇസ്മ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ അർശ് കുലുങ്ങുന്നതെന്ന് അള്ളാഹുവിനോട് പറയുമെന്ന് അള്ളാഹുവിനോട് പറയും. അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു തആല ആ പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ട് അവനിക്ക് മറുപടി പറയുമെന്ന് ഹദീസുകളിൽ കാണാം. അവനിക്ക് മറുപടി പറയുമെന്ന് കിതാബുകളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മ ഇപ്പോൾ നാം പറഞ്ഞ യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് എന്നുള്ളതായിരിക്കുന്ന ഈ ഇസ്മിനെ നാം 15 തവണ ചൊല്ലിയിട്ട് നാം ദുആ ചെയ്യുക. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തആല കേൾക്കും. നമ്മുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല സാധിപ്പിച്ചു തരും. അതുപോലെ തന്നെ മറ്റൊരു ഇസ്മുണ്ട്. ആ ഇസ്മിനെ 17 വട്ടം നാം ചൊല്ലിയിട്ട് ദുആ ചെയ്താലും അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് കിതാബുകളിൽ കാണാം. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ താമസത്തിന് അനുയോജ്യമായ വീട് വേണം, മക്കളുടെ വിവാഹം നടക്കണം, നല്ല ജോലി കിട്ടണം, ഉള്ള ജോലിയിൽ പുരോഗതി ഉണ്ടാവണം. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നാം അല്ലാഹുവിനോട് അങ്ങ് ദുആ ചെയ്താൽ
ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചേക്കാം. അതിലൂടെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി അല്ലാഹു തആല തുറന്നു തരും. ഈ പറയപ്പെട്ട ഇസ്മ യാ വനിയു യാ മുഅനി യാ അല്ലാഹ്, യാ വനിയു യാ മുഅനി യാ അല്ലാഹ്, യാ വനിയു യാ മുഅനി യാ അല്ലാഹ്. ഈ ഇസ്മിനെയാണ് നാം 17 തവണ പറയേണ്ടത്. ഇനി ഈ ഇസ്മിനെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നാം നല്ലൊരു കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങുകയാണ്. നമ്മുടെ മകളുടെ വിവാഹം, അത് അന്വേഷണാർത്ഥം, അതല്ലെങ്കിൽ മകന്റെ വിവാഹ അന്വേഷണാർത്ഥം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അതല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഇന്റർവ്യൂവിന് വേണ്ടി നാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പരീക്ഷ എഴുതാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഇങ്ങനെ നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, നല്ല കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വലത് കൈയിനെ നെഞ്ഞിന് മുകളിൽ വെച്ചിട്ട് ഈ ഇസ്മിനെ യാ ഗനിയു യാ മുഅനി യാ അല്ലാഹ്, 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 ഇങ്ങനെ 5 തവണ ചൊല്ലിയിട്ട് അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉദ്ദേശിച്ച അവന്റെ ആ കാര്യം ഹൈറായ രീതിയിൽ നടക്കുമെന്ന് മഹാന്മാർ പറയുന്നത് കാണാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മിനെ, ഈ 2 ഇസ്മുകളെയും, ആദ്യം പറഞ്ഞ യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം എന്നുള്ള ഇസ്മിനെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് 15 തവണ ചൊല്ലുക. രണ്ടാമത് പറഞ്ഞ യാ ഗനിയു യാ മുഅനി യാ അല്ലാഹ് എന്നുള്ള ഇസ്മിനെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് 17 തവണ ചൊല്ലുക. വീട്ടിൽ നിന്ന് ഹലാലായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ 5 തവണ വലത് കൈയിനെ നെഞ്ഞിന് മുകളിൽ വെച്ചുകൊണ്ട് നാം ചൊല്ലുക. തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു തആല ഖൈറായ രൂപത്തിൽ നമുക്ക് സാധിപ്പിച്ചു തരും. അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുകളെയാണ് നാം ചൊല്ലുന്നത്, പറയുന്നത് എന്നുള്ള ഒരു ആത്മാർത്ഥമായ ബോധത്തോടുകൂടി നാം ചൊല്ലണം, നാം പ്രവർത്തിക്കണം. അല്ലാഹു തആല നമുക്കതിൻ്റെ ഫലം കാണിച്ചു തരിക തന്നെ ചെയ്യും. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല സാധിപ്പിച്ചു തരുമാറാകട്ടെ. ഖൈറിൻ്റെ എല്ലാ അബ്വാബുകളും അല്ലാഹു തആല നമുക്ക് തുറന്നു തരുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. നമ്മുടെ പ്രാർത്ഥനയെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.